വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് സർക്കുലേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയും. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയലും ആ റോ മെറ്റീരിയൽ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി, വർക്ക് ഇൻ പ്രോഗ്രസിനെ ഫിനിഷ്ഡ് ഗുഡ് ആക്കി, ആ ഫിനിഷ്ഡ് ഗുഡ് നമ്മൾ അത് ചിലപ്പോൾ ക്രെഡിറ്റിനാവും വിറ്റത്, ആ വിറ്റിട്ട് നമുക്ക് പൈസ കിട്ടണ്ട, ക്യാഷ് റിയലൈസ് ചെയ്യാനുമുള്ള അതിന്റെ ഇടയിലുള്ള ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ആവറേജ് ടൈം ലാപ്സ് ബിറ്റ്വീൻ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഫൈനൽ ക്യാഷ് റിയലൈസേഷൻ ആണ്. അതായത് നമ്മുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് തിരിച്ചു കിട്ടാൻ എടുക്കുന്ന ആ ടൈം ഗ്യാപ്പിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ദ ഫൈനൽ ക്യാഷ് റിയലൈസേഷൻ. ആ ടൈം ഗ്യാപ്പിന് പറയണതാണ് എന്ത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയും. നമുക്കിപ്പോ ചിന്തിച്ചാൽ തന്നെ അറിയാം എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അപ്പൊ കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടിവരും, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടിവരും. കാരണം ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് ഉപയോഗിച്ചിട്ട് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു, എന്നിട്ട് അത് വർക്കിംഗ് പ്രോഗ്രസ് ആക്കി, അതിനെ ഫിനിഷ്ഡ് ഗുഡ് ആക്കി, അത് സെയിൽ ചെയ്ത് അത് ക്രെഡിറ്റിനാണെങ്കിൽ ആ ബിൽ റിസീവബിൾ ക്യാഷ് ആവാൻ ഒരുപാട് സമയം എടുക്കുമെങ്കിൽ അത്രയും നാളും ബിസിനസിനെ ഫിനാൻസ് ചെയ്യാൻ വി റിക്വയർ മോർ ക്യാപിറ്റൽ. അതേസമയം ഓപ്പറേറ്റിംഗ് സൈക്കിൾ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാതാ മതി, കുറച്ച് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ മതി. ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി നമുക്ക് റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ് ആക്കിയിട്ട് വിത്തിൻ ഡേയ്സിൽ നമുക്ക് അതിന്റെ റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ഉപയോഗിച്ചിട്ട് വി ക്യാൻ ഫിനാൻസ് ദ പ്രൊജക്ട്. സോ വി റിക്വയർ ലെസ് എമൗണ്ട് ഓഫ് ബുക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നോർമലി ഒരു മാനുഫാക്ചറിങ് ഫേമിനെ സംബന്ധിച്ച് ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ക്യാഷിനെ റോ മെറ്റീരിയൽ ആക്കുക, റോ മെറ്റീരിയലിനെ വർക്കിംഗ് പ്രോഗ്രസ് ആക്കുക, വർക്കിംഗ് പ്രോഗ്രസിനെ ഫിനിഷ്ഡ് ഗുഡ് ആക്കുക, ഫിനിഷ്ഡ് ഗുഡ്സിനെ അക്കൗണ്ട് റിസീവബിൾ ആക്കുക, അക്കൗണ്ട് റിസീവബിളിനെ ക്യാഷ് ആക്കുക. അതിന് എടുക്കുന്ന സമയമാണ് എന്ത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ആൻ മാനുഫാക്ചറിങ് ഫേം. സോ ഇത് ജസ്റ്റ് ഇത് നോക്കി അറിയാം, ക്യാഷ് ടു റോ മെറ്റീരിയൽ, റോ മെറ്റീരിയൽ നമ്മൾ ഫിനിഷ്ഡ് ആക്കി മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ അത് സെല് ചെയ്തു, അപ്പൊ നമ്മൾ ക്രെഡിറ്റിന് കിട്ടുക, കാരണം വി വിൽ ഗെറ്റ് ബിൽ റിസീവബിൾ, അതിന്റെ മെച്ചൂരിറ്റിയിൽ വി വിൽ അഗൈൻ ഗെറ്റ് ദ ക്യാഷ്. അപ്പൊ ആ ഒരു ടൈം ലാപ്സ് ബിറ്റ്വീൻ ബിറ്റ്വീൻ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് റിയലൈസേഷൻ ഓഫ് ക്യാഷിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നേച്ചർ ഓഫ് ബിസിനസ് ആണ്. നമുക്ക് നേച്ചർ ഓഫ് ബിസിനസ് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, മാനുഫാക്ചറിങ്, ട്രേഡിംഗ് കൺസേൺ ഒക്കെ നോർമലി കൂടുതൽ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ബിക്കോസ് അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇൻവെന്ററീസിൽ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഡെപ്റ്റേഴ്സിലും കടം കൊടുക്കേണ്ടി വരും. ഡെപ്റ്റേഴ്സിലും അവർക്ക് ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. മിക്ക മാനുഫാക്ചർ ആൻഡ് ട്രേഡിംഗ് കൺസേണിലും സെയിൽ നടക്കുന്നത് ക്രെഡിറ്റിലായിരിക്കും. പിന്നീട് ഒരു മെച്ചൂരിറ്റി പീരീഡിലാണ് അത് എന്ത് ചെയ്യുക, അതിന്റെ പേയ്മെന്റ് നടത്തുക. അപ്പൊ സോ മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡ്, മാനുഫാക്ചറിങ് ആണെങ്കിൽ പ്രത്യേകിച്ചും, കാരണം അവർക്ക് അത് റോ മെറ്റീരിയലിനെ വർക്കിംഗ് പ്രോഗ്രസ് ആക്കണം, അതിനെ ഫിനിഷ്ഡ് ഗുഡ് ആക്കണം, എന്നിട്ട് വേണം അത് സെയിൽ ചെയ്ത് ക്യാഷ് റിയലൈസ് ചെയ്യാം. സോ അങ്ങനെയുള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് റിക്വയർ മോർ വർക്കിംഗ് ക്യാപിറ്റൽ. അതേസമയം ഒരു പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ ലൈക്ക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അണ്ടർടേക്കിംഗ്, അങ്ങനെയുള്ളതൊക്കെ ക്യാഷ് ബേസ്ഡ് അല്ലേ. നമ്മള് ബസ്സിൽ കയറുമ്പോ നാളെ പൈസ തരാന്നല്ലോ പറയാ, അപ്പൊ തന്നെ പൈസ കൊടുക്കില്ല. അപ്പൊ അവരൊക്കെ ക്യാഷ് ബേസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരെ സംബന്ധിച്ച് അന്നാന്ന് റിട്ടേൺ കിട്ടുന്നുണ്ട്. സോ അവർക്ക് ഇൻവെന്ററീസിലുള്ള ഇൻവെസ്റ്റ്മെന്റും കുറവാണ്. അവർക്ക് അവിടെ ഫിക്സഡ് ക്യാപിറ്റൽ ആണ് വേണ്ടിവരിക ബസ് മേടിക്കാൻ വരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ക്യാഷ് ബേസിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറവാണ്. നേച്ചർ ഓഫ് ബിസിനസ് അങ്ങനെയാണ്. പിന്നെ വരുന്നതാണ് പ്രൊഡക്ഷൻ സൈക്കിൾ. പ്രൊഡക്ഷൻ സൈക്കിൾ എന്താന്ന് വെച്ചാൽ ടൈം റിക്വയർഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ് ആണ്. അതെന്ന് വെച്ചാൽ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ റോ മെറ്റീരിയൽ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് ആവാൻ ആ പ്രൊഡക്ഷൻ സൈക്കിൾ വലുതാണെങ്കിൽ കൂടുതൽ സമയം അവിടെ ഫണ്ട് ഇൻവെന്ററീസിൽ ബ്ലോക്ക് ആവും. സോ വി റിക്വയർ മോർ ക്യാപിറ്റൽ. അല്ല, പ്രൊഡക്ഷൻ സൈക്കിൾ വളരെ ഷോർട്ട് ആണെങ്കിൽ അത്രയും സമയത്തിനുള്ളിൽ വി ക്യാൻ റിയലൈസ് ദ ക്യാഷ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറവ് മതി. പിന്നെ വരുന്നതാണ് സൈസ് ഓഫ് ദ ബിസിനസ്. നമുക്കറിയാം, വലിയ ബിസിനസ് കൺസേൺ ആണെങ്കിൽ അവർക്ക് ഹ്യൂജ് ഇൻവെന്ററീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സോ വലുതാവും തോറും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റും
കൂടുതൽ വേണ്ടി വരും. പിന്നെ വരുന്നതാണ് ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സ്പീഡ് വിത്ത് വിച്ച് ദ സെയിൽസ് ആർ റിയലൈസ്ഡ് ഇൻ ടു ക്യാഷ് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ എന്താണ് ക്രെഡിറ്റ് സെയിൽസ് ക്യാഷ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. സോ വി വിൽ ഗെറ്റ് ദ ഏർണിങ്സ് ഫ്രം സെയിൽസ്. അതല്ല നമ്മുടെ സ്പീഡ് ഓഫ് കൺവേർട്ടിംഗ് സെയിൽസ് ഇൻ ടു ക്യാഷ് കുറവാണെങ്കിൽ എന്താണ് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി, കാരണം അത്രയും ഫിനാൻസ് ചെയ്യാൻ വി റിക്വയർ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നെ വരുന്നതാണ് ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് ഫേസ് ഓഫ് ബിസിനസ് ഉണ്ട്. എന്താണ് ബൂം, ഡിപ്രഷൻ, റിസഷൻ, റിക്കവറി, ഇതൊക്കെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇതാക്കണം. ബൂം എന്ന് പറഞ്ഞ എന്താണ്, അതെന്ന് പറയുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ ലാർജ് എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ, ഹൈ ബിസിനസ്, റൈസ് ഇൻ പ്രൈസ്, അതൊക്കെയാണ്. അപ്പോ ആ കാലഘട്ടത്തിൽ ഓട്ടോമാറ്റിക്കലി റോ മെറ്റീരിയലിന്റെ പ്രൈസ് കൂടുതലായിരിക്കും, ലേബർ കൂടുതലായിരിക്കും, നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വരും, കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ വി റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ബൂമിന്റെ സമയത്ത് നോർമലി വി റിക്വയർ ഹൈ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുപോലെ തന്നെയാണ് റിസഷന്റെ സമയത്തും. കാരണം എന്താണ്, സെയില് കുറയും, നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് റിയലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ റിസഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർ ചെയ്യേണ്ടി വരും. റിക്കവറിയുടെ പീരീഡിൽ ഒരുമാതിരി സ്റ്റേബിൾ ആയിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. പിന്നെ വരുന്നതാണ് എന്ത്, നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ്. ഇപ്പൊ നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഒരു വലിയൊരു പോർഷൻ വഹിക്കുന്നുണ്ടെങ്കിൽ നോർമലി എന്താണ് ഒരുപാട് ഫണ്ട് ഇൻവെന്ററിയിൽ ബ്ലോക്ക് ആവും. വി റിക്വയർ ഹൈ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുപോലെ തന്നെയാണ് സീസണൽ ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞാലും. സീസണൽ ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ഇൻഡസ്ട്രീസ് കുറച്ച് സമയത്താണ് അതിന്റെ സെല്ല്. അപ്പൊ ആ സമയത്ത് അവർക്ക് എന്ത് കൊണ്ടുവരും, ചിലപ്പോ ചില റോ മെറ്റീരിയൽ ഒരു സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എന്താണ്, അവർ ആ സീസണിൽ they need to acquire the maximum raw material for making production. സോ അപ്പൊ അങ്ങനെയുള്ള സീസണിൽ എന്ത് വേണ്ടി വരും, അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. പിന്നെ വരുന്നതാണ് യൂസ് ഓഫ് മാൻ, ലേബർ ഓർ മെഷീൻ. നമുക്കറിയാം ലേബർ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം, അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ബിക്കം പാർട്ട് ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. സോ അങ്ങനെയാണെങ്കിൽ ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രി ആണെങ്കിൽ നോർമലി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കൂടുതലായിരിക്കും ദാൻ മെഷീൻ. പിന്നെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഒരു ഗ്രോയിങ് കൺസേൺ ആണ്. ഇറ്റ് വിൽ നീഡ് മോർ ആൻഡ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ബിക്കോസ് ഇറ്റ് ആർ എക്സ്പാൻഡിങ് ഡേ ടു ഡേ. പിന്നെ വരുന്നതാണ് കമ്പനി പോളിസി. അപ്പോ ക്രെഡിറ്റിലാണ് സെയില് നടക്കുക. അതുപോലെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആൻഡ് റെഗുലർ. അതുപോലെ തന്നെ ക്യാഷ് ഡിവിഡൻഡ് ആണ് ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കമ്പനികളുടെ പോളിസി ഒക്കെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്കറിയാം ക്യാഷ് ഡിവിഡൻഡ് മാത്രമേ ഡിക്ലെയർ ചെയ്യുന്നുള്ള ഒരു പോളിസി ഉണ്ടെങ്കിൽ എന്താണ്, company require more working capital because they have to issue dividend out of current assets. അതുപോലെ തന്നെയാണ് ക്രെഡിറ്റിലാണ് കൊടുക്കണത്. ക്രെഡിറ്റിൽ ഒരുപാട് കൊടുക്കാനുള്ള ഒരു പോളിസി ഉണ്ടെങ്കിൽ എന്താണ്, ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. അതേസമയം ക്രെഡിറ്റിൽ കൊടുക്കണില്ല, കടം കൊടുക്കണില്ല, ക്യാഷ് ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ they require less working capital. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. എന്തൊക്കെയാണ്, നേച്ചർ ഓഫ് ബിസിനസ്, പ്രൊഡക്ഷൻ സൈക്കിള്, സൈസ് ഓഫ് ദ ബിസിനസ്, പിന്നെ എന്താണ് ബിസിനസ് സൈക്കിള്, പിന്നെ ടേൺ ഓവർ, പിന്നെ വരുന്നത് എന്ന് പറയുന്നത് വാല്യൂ ആൻഡ് നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്, കമ്പനി പോളിസി, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്, മിനിമം കറണ്ട് അസറ്റില് മിനിമം ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഇൻ ഓർഡർ ടു റൺ ദ ഓർഗനൈസേഷൻ സ്മൂത്ത്ലി, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ മിനിമം റോ മെറ്റീരിയലിലും ഫിനിഷ്ഡ് ഗുഡ്സിലും വർക്കിംഗ് പ്രോഗ്രസിലും സ്റ്റോർസ് ആൻഡ് സ്പെയർ പാർട്ടിലും ഒക്കെ ബ്ലോക്ക് ചെയ്യേണ്ട മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. പിന്നെ വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് വാരിയേഷൻ. ഇവിടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇന്നബിലിറ്റി ഓഫ് ആൻ ഫേം ടു മെയിൻറ്റെയിൻ അഡ്ക്വേറ്റ് കറണ്ട് അസറ്റ് ടു പേ ഓഫ് ഇറ്റ്സ് ഒബ്ലിഗേഷൻ. അതായത് നമുക്കറിയാം നമുക്ക് കറണ്ട് ലൈബിലിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഒബ്ലിഗേഷൻസ് ഉണ്ട്. അപ്പോൾ അത് പേ ചെയ്യാനായിട്ട് കമ്പനി എപ്പോഴും ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, റിസ്ക് കുറവാണ്. കാരണം എപ്പോഴാണ് ഒബ്ലിഗേഷൻ അറൈസ് ചെയ്യുന്നത്, ദേ ക്യാൻ പേ ഓഫ് ഫ്രം ദ കറണ്ട് അസറ്റ്. അപ്പൊ അവിടെ റിസ്ക് കുറവാണ്. പക്ഷെ കമ്പനി അങ്ങനെ അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അന്നാന്നത്തെ ആവശ്യമുള്ളത് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്താണ്, അവിടെ റിസ്ക് കൂടുതലാണ്. കാരണം പെട്ടെന്ന് ഒരു ഒബ്ലിഗേഷൻ വന്നാൽ ദേ ഡു നോട്ട് ഹാവ്
ദ അസറ്റ്സ് ടു സെറ്റ് ഓഫ് ദാറ്റ് ഒബ്ലിഗേഷൻ. സോ അപ്പൊ അങ്ങനെ എടുക്കുമ്പോ എന്താന്ന് വെച്ചാൽ ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്ത് എന്താണ് നമ്മുടെ ഫണ്ട് ഒരുപാട് ബ്ലോക്ക് ആവും. അപ്പൊ എന്തുണ്ടാവും, നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കുറയും. കാരണം അതിന് ഉപയോഗമില്ല, അത് ബ്ലോക്ക് ആയി കിടക്കുന്നതാണ്. അത് കുറവാണ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണതെങ്കിൽ എന്താണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. കാരണം എന്താണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് പൈസ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓരോന്നിനും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. പക്ഷെ അവിടെ റിസ്ക് കൂടുതലാണ്. പെട്ടെന്ന് ഒരു അബ്ലിഗേഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. സോ എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു മോഡറേറ്റ് റിസ്കില് മാക്സിമം റിട്ടേൺ കിട്ടുന്ന രീതിയിൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. അല്ലാതെ ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് റിസ്ക് കുറയ്ക്കാന്ന് വെച്ചിട്ട് ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്ത് അപ്പൊ ഫണ്ട് ബ്ലോക്ക് ആവും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കുറയും. എന്ന് വെച്ചിട്ട് എല്ലാ റിസ്കും കൂടി ഏറ്റെടുക്കരുത്. സീറോ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ പോവാണ്, എന്നിട്ട് മാക്സിമം റിട്ടേൺ ചെയ്യാം. പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഒബ്ലിഗേഷൻ വന്നാൽ അത് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് വാരിയേഷൻ. പിന്നെ വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്കറിയാം ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഓരോ സോഴ്സിനും ഡിഫറെന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പൊ എന്താണ് അതെന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി ആണ്. റിസ്ക് കൂടുതലാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും. റിസ്ക് കുറവാണ് നമ്മൾ ഏറ്റെടുക്കണതെങ്കിൽ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ വളരെ റിസ്ക് കുറവാണ് ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ എന്താണ് കൂടുതൽ കോസ്റ്റ് ഉള്ള ഫണ്ടുകൾ നമുക്ക് എക്വയർ ചെയ്യും. അപ്പൊ എപ്പോഴും അതിനൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ട് ഫണ്ട് നമ്മൾ എക്വയർ ചെയ്യരുത്. എന്ന് വെച്ചിട്ട് റിസ്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് റിസ്കി ആയിട്ടുള്ള ഫണ്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എപ്പോഴും അതിനൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ എത്ര രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താലും അത് അഡ്ക്വേറ്റ്ലി നമ്മുടെ ഫേമിന്റെ ഇക്വിറ്റി പൊസിഷനെ ജസ്റ്റിഫൈ ആണ്. അതായത് നമ്മൾ ഒരിക്കലും ബ്ലോക്ക്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. ഫേമിന് എന്തെങ്കിലും വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വർത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലെവലിലെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് മെച്ചൂരിറ്റി ഓഫ് പേയ്മെന്റ്. അതെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യണം, അതായത് മാച്ച് ചെയ്യണം മെച്ചൂരിറ്റി ആയിട്ട്. അതായത് നമ്മൾ ഒരു കട എടുത്തു, അപ്പൊ അതെന്താണ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് റീപേ ചെയ്യേണ്ടതാണ്. അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവണം, ഒരു റിട്ടേണും ഉണ്ടാകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അത് എപ്പോഴാണോ ഒരു പേയ്മെന്റിന്റെ ആവശ്യം അറൈസ് ചെയ്യുന്നത് അപ്പൊ തന്നെ ഒരു കറണ്ട് അസറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് റിയലൈസ് ആവുകയും അല്ലെങ്കിൽ സെയില് ക്യാഷ് ബേസിസിൽ നടക്കുകയും അങ്ങനെ എന്തെങ്കിലും കറണ്ട് റിട്ടേണും കൂടി കിട്ടുന്ന രീതിയിൽ വി ഹാവ് ടു മാച്ച് അവർ റവന്യൂ വിത്ത് ദ പേയ്മെന്റ്. ക്ലിയർ ആയെന്ന്. അതായത് ഇപ്പൊ നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇനി സെയിൽ നടത്തുമ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് ക്രെഡിറ്ററിനെ സെറ്റിൽ ചെയ്യാണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി സെയിൽ നടത്തുമ്പോ എന്ത് ചെയ്യാം, ആ ക്രെഡിറ്ററിനെ സെറ്റിൽ ചെയ്യുന്ന ദിവസത്തിലേക്ക് എന്ത് ചെയ്യാം, ഡെപ്റ്ററിന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്ന രീതിയിൽ അറേഞ്ച്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മെച്ചൂരിറ്റി പേയ്മെന്റ്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് വാരിയേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി പൊസിഷൻ, പ്രിൻസിപ്പിൾ ഓഫ് മെച്ചൂരിറ്റി ഓഫ് പേയ്മെന്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.